കാണണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ എന്നെ വിളിക്കുന്നേ? അവള് സ്വിച്ച് ഓഫ് ചെയ്തെന്നാ തോന്നേ. എന്താ ഈ ഗാഥാ മാഡം ഇങ്ങനെ കാണിക്കുന്നേ? സിനി നോക്കിയേ. അമ്മ ഉറങ്ങുമൊന്നുമില്ല, ഉറക്കം കിട്ടില്ല. മോളെപ്പ വേണേലും വിളിച്ചോ. കരയേണ്ട ഗാഥ, സ്ട്രെയിൻ ആവും. നിങ്ങളുടെ ഈ മോള് ചെയ്ത വീരകൃത്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കൃഷ്ണ ആശുപത്രി കിടക്കുന്നതേ എന്ത് കാരണത്താലാണെന്നറിയോ? കൃഷ്ണയെ കൊല്ലാൻ വേണ്ടി കൃഷ്ണയുടെ ശരീരത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റിയതേ ഇവളാ, നിങ്ങളുടെ മോള്. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല സിനി. കൃഷ്ണയോട് അവൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. വാശി കൂടുമ്പോ കൊല്ലുമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എത്രയോ ഉപകാരങ്ങള് കൃഷ്ണ ഗാഥാ മാഡത്തിന് വേണ്ടി ചെയ്തതാ, മാം ആവശ്യപ്പെടാതെ പോലും. അത് മനസ്സിലാക്കാൻ ഗാഥാ മാഡത്തിന് കഴിയാതെ പോയല്ലോ. മനുഷ്യരെ മനസ്സിലാക്കുന്നതിൽ അവൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അവളെ വളർത്തിയ ഞാൻ പരാജയപ്പെട്ടു എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. മാം, ഗാഥാ മാഡം കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയതാ. എവിടെങ്ങും മാഡത്തിന് കാണാനുമില്ല. ഞാൻ തിരയാനില്ല സിനി. അവൾ എവിടെയാന്ന് വെച്ചാ പോട്ടെ. ഇത്രയും വലിയ കാര്യം ചെയ്യാൻ മടിയൊന്നും ഇല്ലാത്ത ഒരാളല്ലേ. പിന്നെന്തിനാ അവള് ഇരുട്ടിലേക്ക് ഇറങ്ങുന്ന കാര്യം ഓർത്ത് ഞാൻ പേടിക്കുന്നത്? എവിടെയാന്ന് വെച്ചാ പോട്ടെ. വാശി അറിയാവുന്നതുകൊണ്ടാ. എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ? സിനി പുറത്തൊക്കെ നോക്കിയോ? നോക്കി മാം. എടുക്കില്ല. തെറ്റ് ചെയ്ത അവളാ, പക്ഷെ കുറ്റം മുഴുവൻ നമുക്കായിരിക്കും. കണ്ടോ, അറ്റൻഡ് ചെയ്യുന്നില്ല.
ഇപ്പൊ അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ, പക്ഷെ കൊന്നിരിക്കും. ഡീ! എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. എന്നെ പാർക്കും വേണ്ട, എല്ലാവർക്കും അവളെ മതി. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, അവളൊരുത്തിയ എന്റെ ജീവിതത്തിൽ എല്ലാ നാശത്തിനും കാരണം. വാടകക്കാരിയായി പോയവള് എല്ലാം ആഗ്രഹിച്ചതിന്റെ ദുരന്ത. എന്നെ ഇനി കാണണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ എന്നെ വിളിക്കുന്നേ? അവള് സ്വിച്ച് ഓഫ് ചെയ്തെന്നാ തോന്നേ. എന്താ ഈ ഗാഥ മാഡം ഇങ്ങനെ കാണിക്കുന്നേ? സിനി നോക്കിയേ, എല്ലാ വിഷമങ്ങളും അവൾ മറികടക്കുന്നത് ഇങ്ങനെയാ. എനിക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നടന്നിട്ട് ഇതിനേക്കാളും വലിയൊരു ദുരന്തത്തിൽ ചെന്ന് ചാടും. അപ്പൊ പിന്നെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനല്ലേ നോക്കുള്ളൂ ഞാൻ. എന്റെ കോളൊന്നും എടുക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ എനിക്കിനി ഒരു പേടിയില്ല, ഒരു കുഴപ്പമില്ല. പോട്ടെ എവിടേക്കാന്ന് വെച്ചാ. ഞാനല്ലാതെ വേറെ ആരാ സിനി അവളെ ഇത്ര സ്നേഹിക്കാനുള്ളത്? അതവക്ക് നന്നായിട്ട് അറിയാലോ. എന്നിട്ടും എന്താ ഇങ്ങനെ? സിസ്റ്റർ, ആ മയക്കൊക്കെ കഴിഞ്ഞോ? ഇന്ന് പകൽ മുഴുവൻ ഉറങ്ങിയത് കാരണം രാത്രി ഉറക്കമൊന്നും കിട്ടില്ല. പുറത്ത് മോളിക്കുട്ടി ഉണ്ടോ? ഒന്ന് വിളിക്കോ? ഒരുപാട് പേരെയൊന്നും കാണിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അവളെ ഒന്ന് കാണാൻ കൊതി തോന്നിയിട്ടാ. എന്നാ ശരി, ഞാൻ വിളിക്കാം. അധികം സമയമൊന്നും എടുക്കരുത്. ഡോക്ടർ വന്ന് കണ്ട എനിക്കാവും വഴക്ക് കിട്ടുന്നത്.